ഗായ്സ് അപ്പം ഇത് ഒരു കൊല്ലം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി ജൂലൈ 13 വെഡ്ഡിങ് ആനിവേഴ്സറിയാണിന്ന്. ഇന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കറക്റ്റ് ഒരു വർഷം. അവർ ശരിക്കും ഞെട്ടും കേട്ടോ. ഈ മഞ്ഞ സാരിയാണ് എൻ്റെ സുജാക്ക, തൃശ്ശൂർ സുജാക്ക. അപ്പുറത്ത് നിൽക്കുന്ന മച്ചാനും ഞങ്ങളുടെ തങ്കക്കുടവായ മച്ചാനാണ് കേട്ടോ. ചെറിയ കുട്ടിയിൽ ഞാനൊരു 3-ൽ 4-ൽ പഠിക്കുമ്പോൾ സുജാക്കാൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഈ കുട്ടികൾക്കും സംസാരിക്കുന്നതിൽ വാല്യൂ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നതും വിലയായിട്ട് എടുക്കുന്ന ആദ്യത്തെ മച്ചാനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കേട്ടോ. ഞങ്ങളുടെ സംസാരമൊക്കെ ഇരുന്ന് കേൾക്കും. അപ്പം ഞങ്ങൾക്ക് ഈ മച്ചാനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെല്ലാവർക്കും. സ്പെഷ്യലി ഞാൻ ഇവരിൻ്റെ തോൾപ്പുണ്ണായിരുന്നു. അപ്പോഴൊക്കെ ഒരു തോൾപ്പൊന്ന് ചടങ്ങുണ്ട്. അന്ന് തൊട്ട് മച്ചാനിക്ക് ഇന്ന് ഞാൻ കുട്ടിയാണ്. ഇന്ന് ഞാൻ വലിയ പോത്ത് പോലെ വളർന്നിട്ടുണ്ടെങ്കിലും റിജു എന്ന് വിളിച്ച ഈ വിളി ഒരു പ്രത്യേക വിളിയാണ്. അപ്പോൾ ഈ കഥ പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അവർക്ക് ഒരു ഷോക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ വിചാരിക്കും അയ്യോ ഇവൾ മറന്നിട്ടില്ല, കറക്റ്റ് ഓർമ്മയോടെ പറയാനൊന്നുമില്ല. ജൂലൈ 13 വീഡിയോയിൽ ഉണ്ടാകുമല്ലോ, നമ്മൾ എടുത്തു വെച്ച വീഡിയോസിൽ, അങ്ങനെ കണ്ടിട്ടെടുത്തതാണ്. ചെക്കൻ്റെ ഫോട്ടോസ് ഒന്നും നമുക്ക് ക്ലിയറായി കിട്ടിയിട്ടില്ല കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് പെണ്ണിനെയും ചെക്കനെയും കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് പോണത്. അതിൻ്റെ ഇടയിൽ ഞാനും ഭർത്താവ് ഇരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ കണ്ടത്. നിങ്ങൾ ഫോട്ടോസാണ് അതൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി മണ്ഡപമായിരുന്നു. കടവല്ലൂർ പറയുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അടുത്താണ്. കടവല്ലൂരാണ് സ്ഥലം. മണ്ഡപത്തിന് ഫോട്ടോവോ വീഡിയോ ഒന്നും ആരും ചോദിക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ പാർട്ടിക്കാരനെ കണ്ട ചാടി വീഴുന്ന അത്തയും മക്കളും ആയതുകൊണ്ട് TK ജലീലോ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടെ പോയി ചാടി വീണ് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ കൊടുവായൂരുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊടുവായത്തെ സ്വന്തമാണ് നമ്മുടെ സുജാക്ക. അങ്ങനെ നമ്മൾ പെണ്ണിനെയും ചെക്കനെയും ഒക്കെ ഫോട്ടോ എടുത്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അവിടെ പോയി എന്താ പറയുക, കുട്ടൻ ബിരിയാണിയും പിന്നെ സാദാ ബിരിയാണിയും പിന്നെ വെജും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി തട്ടിയൊക്കെ വിട്ടുവിട്ടാ. അതൊന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ മാനേഴ്സ് കാണിക്കണമല്ലോ. അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ വില കുറച്ചില്ല ഗൈസ്. അങ്ങനെ അതെടുത്തിരിക്കാൻ തോന്നും. ഇപ്പോൾ അത് തിന്നതൊക്കെ കണ്ട ഒരു കൊതി വരുമല്ലോ. ശരി പോട്ടെ വിട്ടു, ഇനിയിപ്പോൾ ഒരു കൊല്ലം ആയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പെണ്ണിനെയും ചെക്കനെയും ഒക്കെ ഇത് എത്രയേ വീഡിയോ കിട്ടിയുള്ളൂ കേട്ടോ. അത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പെണ്ണിനെ തനിച്ച് കിട്ടിയത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി മണ്ഡപം ആദ്യമായിട്ട് കാണുകയാണ്. സൂപ്പർ മണ്ഡപമായിരുന്നു. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകുമ്പോൾ കുടിച്ചില്ല ഗൈസ്. ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, ചായയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് സങ്കടമാകണ്ട. തിന്നു കഴിഞ്ഞിട്ട് പോയി ചായ കുടിക്കണം ആദ്യത്തെ ആൾ ഞങ്ങളായിരിക്കും കേട്ടോ. വരുമ്പോൾ നല്ല സുഖത്തിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വഴിയിൽ എന്തോ ശേഖരിപുരത്ത് ആനകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുള്ളതല്ലേ, കൊണ്ടുപോയി അതൊക്കെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് മണ്ഡപത്തിൽ നിന്നല്ല വയറിനിറയെ ഭക്ഷണത്തിൻ്റെ പുറമേ ഒരു ജ്യൂസും പുറമേ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പോയി നമ്മൾ ശേഖരിപുരത്ത് പോയി ആനകളിനെയൊക്കെ കണ്ട് ആനകളുടെയൊക്കെ സംസാരിച്ച് ഹലോ സുഖമാണോ ഗൈസ് ആനകളത്തും ചോദിച്ച് ഒരാന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്ന് ബബ്ബായി പറഞ്ഞ് വരുന്ന വഴിയിൽ ഒരു ചായയും കടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിൽ വന്ന് ദൂരം പോയിട്ട് വന്നാൽ എപ്പോഴും ഞോണ് കഴിച്ചാൽ എനിക്ക് വീട്ടിൽ വന്നാൽ കഞ്ഞിയും പയറും മസ്റ്റാണ്. അപ്പോൾ നല്ല വയറ് നിറയെ കഞ്ഞിയും പയറും ചമ്മന്തിയും കുടിച്ച് മതിയാക്കി അന്നത്തെ കല്യാണ ദിവസം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.